ക്രോസ് ബെൽറ്റ്. എ. പൊന്നപ്പൻ നിർമ്മിച്ച ക്രോസ് ബെൽറ്റ് എന്ന ചലച്ചിത്രം 1970 മെയ് 1 പുറത്തിറങ്ങി. എൻ പിള്ളയുടെ പ്രശസ്ത നാടകത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ഇത്. തിരക്കഥാ സംഭാഷണം എൻ പിള്ള, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS ബാബുരാജ്, ഗാനങ്ങൾ പാടിയത് യേശുദാസ്, CO ആൻഡോ, രവീന്ദ്രൻ. ഈ ചിത്രം ബഹദൂറിന് മികച്ച ഹാസ്യതാരത്തിനുള്ള 1970 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്തു. അഭിനയിച്ചവർ സത്യൻ, തിക്കുറിശി, PJ ആൻ്റണി, കൊട്ടാരക്കര അടൂർ ബാസി, ബഹദൂർ, N ഗോവിന്ദൻകുട്ടി, കോട്ടയം ചെല്ലപ്പൻ, പറവൂർ ഭരതൻ, ശാരദ, ഉഷാകുമാരി, കവിയൂർ പൊന്നമ്മ, ആറന്മുള പൊന്നമ്മ, ബേബി രജനി, മുരളീദാസൻ, ശ്രീകുമാർ. ക്യാമറ E. ബാലകൃഷ്ണൻ. സംവിധാനം ക്രോസ് ബെൽറ്റ് മണി. മണി എന്ന സംവിധായകന് ക്രോസ് ബെൽറ്റ് മണി എന്ന പേര് ലഭിച്ചത് ഈ ചിത്രത്തിലൂടെയാണ്. സ്വാതന്ത്ര്യ സമരത്തിലെ മുൻനിര യോദ്ധാവായിരുന്നു ശേഖരപ്പണിക്കർ. എന്നാൽ ഇന്ന് അയാൾ വെടിയുണ്ടയേറ്റ കാലുമായി നടക്കാനാവാതെ ജീവിച്ചു പോരുന്നു. ഭർത്താവിനോടൊപ്പം സമരരംഗങ്ങളിൽ പങ്കെടുത്ത മഹതിയാണ് അയാളുടെ ഭാര്യ ഭവാനി. ഇന്നവൾ ഭ്രാന്തിയും അരയ്ക്ക് താഴെ തളർന്നവളുമാണ്. പണിക്കരെയും ഭവാനിയെയും സംരക്ഷിക്കുന്നത് അവരുടെ മകൾ കൊച്ചമ്മുവാണ്. സുന്ദരിയായ അവളെ ഏറെ പേർ മോഹിച്ചു. 1-2 പ്രാവശ്യം ചില കാമഭ്രാന്തന്മാരുടെ കിരാതത്വത്തിനു മുന്നിൽ അവൾ അടിമപ്പെട്ടുപോയി. ഒരു നാൾ ചോരയിൽ കുളിച്ചെത്തിയ കൊച്ചമ്മുവിൽ നിന്നും കാര്യങ്ങൾ അറിഞ്ഞ പണിക്കരുടെ അഭിമാനബോധവും പുരുഷത്വവും ഉണർന്നു. അവൾക്ക് രക്ഷയ്ക്കായി അയാൾ തൻ്റെ 6 ഇഞ്ച് നീളമുള്ള കത്തി നൽകി. എന്തിനും തയ്യാറായി മുൻപിൻ നോക്കാതെ നടന്ന ഹെഡ് കോൺസ്റ്റബിൾ നാരായണപിള്ള അവളെ കടന്നു പിടിച്ചപ്പോൾ അവൾ ആ കത്തി പ്രയോഗിച്ചു. നാരായണപിള്ള കൊല്ലപ്പെട്ടു. കൊച്ചമ്മു ആൻറ്റി കറപ്ഷൻ ഓഫീസറായ രാജശേഖരൻ നായരുടെ വീട്ടിൽ അഭയത്തിനായി ഓടിച്ചെന്നു. കണിശക്കാരനും സത്യസന്ധനുമായ രാജശേഖരൻ നായരെ കുടുക്കിലാക്കാൻ സ്ഥലത്തെ സബ് ഇൻസ്പെക്ടറായ ഡാനിയലും സ്വാർത്ഥരായ ചിലരും തക്കം നോക്കിയിരിക്കുകയായിരുന്നു. അവർ ഈ സമയം മുതലെടുക്കാൻ തീരുമാനിച്ചു. ധീരനും സത്യസന്ധനുമായ രാജശേഖരൻ നായർ കൊച്ചമ്മുവിനെ വീട്ടിലേക്ക് എത്തിക്കാനായി പുറപ്പെട്ടു. അപ്പോൾ പോലീസുകാർ രാജശേഖരൻ നായരുടെ മുറിയിൽ പോയി തിരച്ചിൽ നടത്താൻ തുടങ്ങി. ചില തെളിവുകളും കണ്ടെത്തി. ഇതൊക്കെ കണ്ട രാജശേഖരൻ നായരുടെ അമ്മ അമ്മുക്കുട്ടി മകനെ തിരക്കി പണിക്കരുടെ കുടിലിലെത്തി. അവിടെ വച്ചാണവർ തിരിച്ചറിഞ്ഞത്, ഒരു കാലത്ത് തൻ്റെ എല്ലാമായിരുന്ന ശേഖരപ്പണിക്കരുടെ കുടിലാണ് ഇത്. ശേഖരപ്പണിക്കരുമായുള്ള ബന്ധത്തിൽ ഉണ്ടായ മകനാണ് രാജശേഖരൻ നായർ. രാജശേഖരൻ നായരും കൊച്ചമ്മുവും സഹോദരീ സഹോദരന്മാർ ആണെന്ന സത്യം വെളിച്ചത്തു വന്നു. കൊലക്കേസിൻ്റെ പ്രശ്നം കുഴഞ്ഞുമറിഞ്ഞു. കേസ് വിസ്താരം കോടതിയിലെത്തി. ജഡ്ജിക്ക് തൻ്റെ മകളുടെ ഭർത്താവായി രാജശേഖരൻ നായരെ ലഭിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ താനാണ് ഹെഡ് കോൺസ്റ്റബിളിനെ കൊന്നതെന്ന് രാജശേഖരൻ നായരും മൊഴി കൊടുത്തു കുറ്റമേറ്റു. കേസ് തെളിയിക്കാൻ ബുദ്ധിമുട്ടായി. ഒടുവിൽ ചില തെളിവുകളുടെ ആധാരത്തിൽ കോടതി കൊച്ചമ്മുവിനെയും രാജശേഖരൻ നായരെയും 5 വർഷത്തെ വെറും തടവിന് വിധിച്ചു. ഇരുവരും ജയിലിലേക്ക് പോയി.